ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് 99ാമത്തെ ദിവസമാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഒന്നും കൂടി കഴിഞ്ഞു, നാളെ ഫൈനലാണ്. അപ്പോൾ പക്ഷേ എല്ലാവരും കുറേ പേര് എനിക്ക് സന്തോഷമുള്ള കാര്യം, ഒരുപാട് എനിക്ക് വരുന്ന കോമൻസിലൊക്കെ അമ്മൂനെ ഇനി കാണാൻ പറ്റുമോ, അമ്മൂസിനെ കാണാൻ പറ്റുമോ, വക്കീൽ കുട്ടി ഇനി വോയിസ് എപ്പോഴാണ് ഇടുന്നത്, ഇനി എപ്പോഴാണ് നിങ്ങളുടെ വോയിസ് കേൾക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇടയ്ക്കൂടെങ്കിലും മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസിനെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അനീഷേട്ടനെ ആയാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കമൻസിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്, എല്ലാവരോടും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ഞാനുണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനെവിടെ പോകാനാണ്? എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളും പുതിയ കണ്ടന്റുകളും അതുപോലെ തന്നെ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം, നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ശ്രമിച്ച് നോക്കാം. അവർ വിളിക്കുകയാണെങ്കിൽ അടുത്ത ബിഗ് ബോസിനകത്ത് കാണാം നമുക്ക് എന്ന് വിചാരിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ പോവാം. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ വർഷം അങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ PR-ന്റെ പിൻബലം കൊണ്ട് ജയിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ റിയൽ ക്യാരക്ടറിലെ നമ്മൾ പോകും. നമ്മൾ ഇതേ കണക്ക് ഒരു കളിയുമല്ല, ഇതാണ് ഈ ഒരു വ്യക്തി, അതിനകത്ത് തരുന്ന ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നമ്മളെല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും. കാരണം ഉറപ്പായിട്ടും അനീഷേട്ടൻ മാത്രമേ വിജയിക്കൂ. കാരണം PR-കൾ ജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ചിലപ്പം അഥവാ അനീഷേട്ടൻ എന്തെങ്കിലും തരത്തിൽ പുറകോട്ട് പോയാൽ ഞാൻ എൻ്റെ ഈ തീരുമാനം മാറ്റി വെക്കും കേട്ടോ. തീർച്ചയായിട്ടും മാറ്റി വെക്കും. കാരണം PR കൊടുത്തിട്ടൊന്നും പോകാനുള്ള ഒരു കഴിവോ കാര്യങ്ങളോ ഇല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കാണുന്നതിനേക്കാൾ ഉപരി ഒരുപാട് പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാശൊക്കെ കൂടെ, അതുമല്ല ജനങ്ങള് നമ്മളെ കണ്ട് 10 പേര് ഇഷ്ടപ്പെടുന്നത് മതിയെന്നേ. നമ്മളിങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെ 10 പേര് ഇഷ്ടപ്പെട്ടാൽ ആ 10 പേര് മതി. അത് നമ്മുടെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈവ് നടക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ലൈവ് ഉള്ളൂ. മിറർ ടാസ്ക് ഉണ്ടല്ലോ, ഇവർക്ക് ഫൈനലിൽ വരുന്ന ആൾക്കാർക്ക് ഒരു മിറർ ടാസ്ക് ഉണ്ട്. അപ്പോൾ ആ മിറർ ടാസ്ക് നടക്കുകയാണ്. 6 പേരുണ്ടല്ലോ. അപ്പോൾ ഒരാൾ എന്തായാലും പോവും. ടോപ്പ് 5 ആണ്, ടോപ്പ് 6 അല്ല. പലരും ചോദിക്കുന്നുണ്ട് ടോപ്പ് 5 ആണോ ടോപ്പ് 6 ആണോ എന്ന്. ഒരിക്കലും ടോപ്പ് 6 അല്ല, ടോപ്പ് 5 തന്നെയാണ്. ഒരാൾ ഔട്ട് ആവുന്നുണ്ട്. അത് ആരാണെന്നുള്ളത് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ ഇത് ലാസ്റ്റ് ആണ്. നമ്മൾ അഥവാ കൺഫർമേഷൻ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ക്ലൂ കിട്ടിയാൽ നമ്മളത് പറയാൻ പാടില്ല. അത് ശരിയായ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക, മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ അനീഷേട്ടന് വോട്ട് ചെയ്യുക. ഞാൻ അങ്ങ് വോട്ട് പിടുത്തം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പോയിട്ട് അനീഷേട്ടന് വോട്ട് ചെയ്യുക. മറക്കരുത്. 12 മണി കഴിയാനൊന്നും നിൽക്കല്ലേ. നേരത്തെ വോട്ട് ചെയ്യേണ്ട, രാത്രിയാവാൻ നിൽക്കേണ്ട. ചിലപ്പോൾ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നൈറ്റിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് എത്രയും വേഗം ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്തിട്ട് വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം വോട്ട് ചെയ്യാൻ പറയുക. എല്ലാവരും ഒരു ഫോണിൽ നിന്നല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെന്യുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ, പ്രേക്ഷകർ മാത്രമേ അദ്ദേഹത്തിന് പിന്തുണയുള്ളൂ. അപ്പോൾ പ്രേക്ഷകരെ വോട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷേട്ടന് വോട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം, മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പം അത് പേഴ്സണലി അനീഷേട്ടൻ എന്ന് പറഞ്ഞൊരു ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ നെഗറ്റീവ് ഒന്നും ആൾക്കാരെ മാക്സിമം നെഗറ്റീവ് ഞാൻ അങ്ങനെ പറയാറില്ല. എന്നാലും തെറ്റ് കാണുമ്പോൾ നമ്മൾ പറയണമല്ലോ. കാരണം ഞാനൊരു 10, 50, 60 ദിവസം വരെ എല്ലാവർക്കും വേണ്ടി, അനീഷേട്ടനും അനുമോൾക്കും അതുപോലെ തന്നെ എന്താ പറയുക ഷാനുക്കൊക്കെ വേണ്ടിയിട്ട്, നൂറ ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, ഇവരെല്ലാം നല്ല ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്ത ആളാണ്. ആര് തെറ്റ് ചെയ്താലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നത്, തെറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരു മനഃപൂർവ്വം ചെയ്യല്ല. അവർ എക്സ്പോസ്ഡ് ആവുകയാണ്. അവർ മനഃപൂർവ്വം ആരും തെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാലും തെറ്റ് ചെയ്യുന്നില്ല. അവരുടെ ക്യാരക്ടർ അവരവിടെ പുറത്തേക്ക് കാണിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ നമുക്ക് പലതും ഇഷ്ടപ്പെടാതെ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അനീഷിനെ സംബന്ധിച്ചോളം അനീഷിനെ ഒരു പുതിയ ഒരാളായിരുന്നു, പരിചിതമായ ഒരു വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൾ ആരാണ് എന്താണെന്ന് അറിയില്ല. അനുമോളെ സംബന്ധിച്ചോളം അനുമോള് ഒരു ഫെമിലിയർ പേഴ്സൺ ആയിരുന്നു എല്ലാവർക്കും. മീൻസ് പുറത്ത് ഞാൻ ഇവർ ഷോയും കാര്യങ്ങളും അല്ലാണ്ട് അവരുടെ പേഴ്സണൽ കാര്യമൊന്നും നമുക്കറിയത്തില്ല. ഇവർ കാണിക്കുന്ന കുറച്ച് ഷോയോ യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ റീൽസും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇവരെ വിചാരിച്ച് ഇവരൊരു കുറച്ച് സാധുവായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവരെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരെ ഷാനവാസൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പുള്ളി സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേതാവും അതുപോലെ വില്ലൻ
വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ പെട്ടെന്ന് ദേഷ്യം വിടുന്ന ഒരാൾ എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെയും വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് അറിയുന്ന ഇവരെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും സീരിയൽ വഴിയും മിനി സ്ക്രീൻ വഴിയും ഒക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ഇവരെ കുറിച്ചൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടായിരുന്നു. പക്ഷേ അനീഷേട്ടനെ സംബന്ധിച്ചോളം പുള്ളിനെ കുറിച്ച് നമുക്ക് ABCD അറിയില്ല, പുള്ളി ആരാണെന്ന് അറിയില്ല. അപ്പോൾ പുള്ളി അതിനൊരു ഫസ്റ്റ് ഡേ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി തന്നു. വെറുപ്പിന്റെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കി തന്നത്. ആദ്യത്തെ വീക്കുകൾ വെറുപ്പിന്റെ ഇമ്പാക്റ്റ് ആണ്. പക്ഷേ 2-3 ദിവസം ആദ്യത്തെ വീക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിനെ എല്ലാവരും ദേഷ്യപ്പെടാൻ തുടങ്ങി. കാരണം പുള്ളിനെ ആർക്കും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിൽ ക്യാപ്റ്റൻസി സെക്കൻഡ് ഡേ വന്നു, ഫസ്റ്റ് ഫസ്റ്റ് ഡേ അപ്പോൾ ക്യാപ്റ്റൻസി സെക്കൻഡ് ഡേ വന്നു, ക്യാപ്റ്റൻസി ടാസ്ക് വന്നു. അതിനകത്ത് മുഖത്തേക്ക് എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ക്യാപ്റ്റനെ ആക്കാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ അനീഷേട്ടനെയാണ് അവർ ചൂസ് ചെയ്തത്. അപ്പോഴി തൊട്ടേ നമുക്ക് അദ്ദേഹത്തിനോട്, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറയണം, എനിക്ക് അപ്പോഴി തൊട്ടേ അദ്ദേഹത്തിനോട് പ്രത്യേകത തോന്നി. എന്തോ സംതിങ്, എന്തോ ഒരു പ്രത്യേകത, ഒരു അട്രാക്ഷൻ നമുക്ക് ആ വ്യക്തിയുടെ ക്യാരക്ടറിനോട് തോന്നുമല്ലോ. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതൊരു പിടിച്ച ക്യാരക്ടർ അല്ലേ എന്നൊരു തോന്നുന്നു. ആ ക്യാരക്ടർ പിടിച്ചെങ്കിലും പുള്ളി അതിൽ വിജയിച്ചു. കാരണം പുള്ളി ആരുമായിട്ടും ഒരു കയ്യകലം എന്ന് പറയുന്നത് പുള്ളി അത് കുറേ മെയിൻറ്റെയിൻ ചെയ്തു. ഈ ലാസ്റ്റ് മൊമെന്റ് പോലും അത് പിന്നെ ഷാനവാസൊക്കെയാണ് അടുപ്പം കാണിപ്പിച്ചത്. ലാസ്റ്റ് ഒരു 1-2 വീക്സിലാണ് എല്ലാവരുമായിട്ടും ഒരു കോപ്പറേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് വീക്കിലാണ് പുള്ളി എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം പിന്നെ പോസിറ്റീവാണ് വേണ്ടത്. പിന്നെ 60 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ആ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിച്ചു. സ്ട്രാറ്റജി മീൻസ് പുള്ളി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. പക്ഷെ ആർക്കും പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യാത്ത, പേഴ്സണലി ഒരു വ്യക്തികളെ പോലും ഹേർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അത് അക്ബർ ഖാൻ ഇന്നലെ പറയുകയും ചെയ്തു. ഒരാളിനെ പോലും വ്യക്തിഹത്യ ചെയ്യാത്തൊരു വ്യക്തിയാണ് അനീഷ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ടാസ്കുകളായാലും കഴിവിൻ്റെ മാക്സിമം ആണ് ചെയ്തത്. ഈ ആരിൻ്റെ കൂടെയൊക്കെയാണ് കൊച്ചു. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അനീഷേട്ടൻ ഭയങ്കര പെർഫോമൻസ് ആണ്. കാരണം അനീഷേട്ടനും 38-39 വയസ്സുള്ള മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ ഒരു കാറ്റഗറിയിലുള്ള ഒരാൾ, ഇവർ പിള്ളേർ 23 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൂടെ പിള്ളേരുടെ കൂടെ മത്സരിക്കുമ്പോൾ അപ്പോൾ അവർ വിചാരിക്കും പിന്നെ ഇവരൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ കൂടെ അവരോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ മത്സരിക്കുമ്പോൾ അവർ തന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അനീഷിന് ഇവരെയൊക്കെ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അത് ആരും അന്ന് പറയുന്നുണ്ടോ അനീഷിന്റെ നല്ല ഗെയിമറാണ്, അനീഷിന്റെ ഭയങ്കര സ്പിരിറ്റാണ്, കറക്റ്റാണ്. എല്ലാ ടാസ്കുകളും അതിൻ്റെതായിട്ടുള്ള ഗെയിം സ്പിരിറ്റോട് കൂടി എടുത്ത് മാക്സിമം തൻ്റെ 100% കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പിടിവാശിയായിരുന്നു. എനിക്കാവണം, ഞാനാണെന്ന് ആർക്കാൻ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സീറ്റ് എനിക്ക് വേണം. അത് ആ പിടിവാശിയെ പുള്ളിയെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ്. അവിടെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിജയം. കാരണം ആ ഒരു പിടിവാശി, പിന്നെ ആ ഒരു സിഗ്നേച്ചേഴ്സ് വോക്കിങ്, പിന്നെ പുള്ളിയുടെ ഒരു റിപ്പറ്റീഷൻ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ 3 പ്രാവശ്യം 4 പ്രാവശ്യം പറയുമ്പോൾ ഞാനാണെങ്കിൽ മൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഒറ്റ തള്ളു നമ്മളിലെ സ്നേഹം കൊള്ളുമ്പോൾ പിള്ളേരെയൊക്കെ അടിക്കൂലേ. അപ്പോൾ എൻ്റെ മോനെയൊക്കെ എന്താടാ മിണ്ടായി എന്നൊക്കെ പറയുന്നതൊക്കെ അതുപോലെ നമുക്ക് അങ്ങനെ തോന്നും, ഒറ്റ തല്ല് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു ഭയങ്കര അഫക്ഷനാണ് പുള്ളിയോട് തോന്നുന്നത്, ഇങ്ങനെ കിടന്ന് പിടിവാശിപ്പെടുമ്പോൾ. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ദേഷ്യം. കാരണം ഇവളങ്ങി അടിച്ച് പുറത്താക്കിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് എല്ലാവരും അയാളെ കൊണ്ടൊക്കെ മടുത്തു. പക്ഷേ പോകെ പുള്ളിയാണ് പുള്ളിയാണ് ക്യാരക്ടർ. കാരണം പുള്ളിയുടെ ആ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി എല്ലാവരോടും ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാലും രാവിലെ മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതിനാലും പുള്ളി ആർക്കെങ്കിലും ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടു കൊടുക്കുന്നതിനാലും അതിന് നേരത്തെ വഴക്കിട്ട ഒരാളായ പോലും അതിൻ്റെ അങ്ങനെ ഒരു വഴക്കിട്ടതായിട്ട് തോന്നാത്ത രീതിയിലാണ് പുള്ളി ബിഹേവ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ്. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലായാലും ഫ്ലോറാണ് പുള്ളിക്ക് ഫ്ലോർ ടീം കൊടുത്താലും പുള്ളി ആ ഫ്ലോറിൻ്റെ കാര്യങ്ങൾ ചെയ്തങ്ങ് തീർക്കുമല്ലോ. അത് കഴിഞ്ഞ് പുള്ളി കിച്ചണിൽ ഉള്ളവരെ സഹായിക്കും, അരിഞ്ഞു കൊടുക്കാനും ചപ്പാത്തി കുഴയ്ക്കാനായാലും ചപ്പാത്തി ഉണ്ടാക്കാനായാലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ചെയ്യുന്ന ഡ്യൂട്ടികളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പിന്നെ ചെയ്യിപ്പിക്കാനും അറിയാം. അതാണല്ലോ ആ സംഭവം. ആദില പാത്രം കഴുകാൻ വായോ ഈ വായോ എന്ന് വിളിക്കുന്ന ആ ഒരു സംഭവം പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. നമ്മളും അറിയാതെ വായോ, പിന്നെ ഇപ്പം അപ്പുനെ വിളിക്കുമ്പം അപ്പു വായോ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോവാണ്. ഞാനൊരു ഹാഫ് തൃശ്ശൂർക്കാരിയാണ്, കാരണം എൻ്റെ ഫാദർ തൃശ്ശൂർക്കാരനാണ്. പക്ഷെ എന്നാലും നമ്മൾ വായോ എന്ന് കേൾക്കുമ്പോൾ പുള്ളിയുടെ ഒരു വാക്കാണ്, ഒരു വേർഡാണ് വായോ. ആ വായോ എന്നുള്ളത് ഹൗസിലെ മിക്കവാറും എല്ലാവരും പറയുന്നേക്കാം, നമ്മുടെ ആരിനുൾപ്പെടെ എല്ലാവരും വായോ എന്ന് വിളിക്കുന്നേക്കാം. പക്ഷെ പുള്ളിയാണ് അത് കൊണ്ടുവന്നത്. അതുപോലെ അങ്ങനെ കുറേ വാക്കുകളുണ്ട് കേട്ടോ. ഇത്രമേൽ അത്രമേൽ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. നമ്മൾ പിന്നെ ഈ പണ്ടത്തെ കവിതകളിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഇത്രമേൽ അത്രമേൽ അങ്ങനെയൊക്കെയുള്ള കുറേ സിഗ്നേച്ചർ വേർഡ്സ് ഉണ്ട്, പുള്ളിയുടേതായിട്ടുള്ള സിഗ്നേച്ചർ വേർഡ്സ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. പുള്ളിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ അത് കൊണ്ടൊക്കെ പ്രധാനമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും ഇല്ലാത്ത
നെഗറ്റീവ് എന്ന് ഇവര് ബാക്കിയുള്ള ഇതിൽ ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റായിട്ട് അനുമോളാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അനുമോളുടേതായിട്ടുള്ള ബാക്കിയുള്ള ഫാൻസ് ആയാലും PR വർക്കേഴ്സ് ആയാലും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അയാൾ വിവാഹം കഴിക്കാൻ, ഒരു സ്ത്രീയോട് വിവാഹം കഴിക്കാൻ പെട്ടെന്ന് ആവശ്യപ്പെട്ട ആൾക്ക് മറുപടി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ PR യൂട്യൂബർ വർക്കേഴ്സ് പറയുന്നത് അയാൾ പിന്നെ എന്താണ് പെട്ടെന്ന് ദേഷ്യം വന്ന് എഴുന്നേറ്റ് പോയത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് എഴുന്നേറ്റ് പോയല്ല, ഒരു സാധാരണക്കാരനെയും മനുഷ്യൻ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയവരായതുകൊണ്ട് നമുക്കറിയാം. നമ്മളോട് പെട്ടെന്ന് ഒരാൾ വിവാഹം കഴിക്കാമെന്ന് ചോദിക്കുന്നത് കറക്റ്റാണ്. പക്ഷേ പെട്ടെന്ന് എന്നെ ഇന്നലെ കണ്ട അല്ലെങ്കിൽ മെനഞ്ഞാന്ന് കണ്ട ഒരാൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ 2 ദിവസം സംസാരിച്ച് കഴിഞ്ഞ് നമ്മളോട് വിവാഹം കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ല. ഒരാളിപ്പോൾ എൻ്റെ കൂടെ ഒരാൾ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, എനിക്കൊരു വിഷമം വരുമ്പോൾ എൻ്റെ അടുത്ത് എന്നെ ആശ്വസിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ ഞാൻ വാതോരാതെ പറയുന്നു, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് സങ്കടമാണ്, എനിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കണം, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നിങ്ങനെ നമ്മുടേതായ നമ്മളുടെ വേവലാതികൾ നമ്മളിങ്ങനെ പറയാനായിട്ട് ഒരാളെ അപ്പം നമ്മൾ എല്ലാവരോടും കൂടി പറയത്തില്ലല്ലോ. ഇപ്പം ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ എൻ്റെ വേവലാതികൾ മുഴുവൻ അടിച്ചുവിടാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഹൗസിലോട്ട് പോയി എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. അത് വേദനകളാണ്. പക്ഷേ എൻ്റെ പോസിറ്റീവ്, എൻ്റെ സന്തോഷങ്ങളായിരിക്കും എനിക്ക് അവിടെ പറയാൻ ഇഷ്ടം. കാരണം ഒരു നെഗറ്റീവ് നമ്മുടെ നെഗറ്റീവ് അല്ല, നമ്മുടെ വേദനകൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നീണ്ടു കിടക്കും. എന്തിനാണ് അത് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത്, ആ വേദനകളിൽ നിന്നെല്ലാം നമ്മൾ സർവൈവ് ചെയ്ത് ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ആ വേദനകളെ മറ്റുള്ളവരെ പിന്നെ ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെന്തും സാധിക്കും. നമുക്ക് വിചാരിച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ അതിനുവേണ്ടി 100% എഫേർട്ട് ഇട്ടാൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ആ രീതിയിൽ പോസിറ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. കാരണം നമ്മളെ കാണുന്ന പ്രേക്ഷകരായാലും, കുഞ്ഞു കുട്ടികളായാലും, യങ്സ്റ്റേഴ്സ് ആയാലും, കുറച്ച് പ്രായമുള്ള ആൾക്കാരായാലും, അപ്പോൾ അവരൊക്കെ ഇനി എങ്ങനെയാണ് ജീവിതത്തിലേക്ക് ഒന്നും വിഷമിക്കേണ്ട. ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ 90 വയസ്സായാലും നമ്മുടെ ലൈഫിനെ നമ്മൾ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് അപ്പോഴേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. അപ്പം എന്ത് അസുഖം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിൽ തളരാതെ ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നതന്നെ ഭയങ്കര ഭാഗ്യമാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തുള്ളൊരു മെസ്സേജൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാണ്ട് ഈ വേദനകളും പരിതാപങ്ങളും ഒന്നും പറയേണ്ട ആവശ്യകതയില്ല. അപ്പം അങ്ങനെ ഒരു വേദനകൾ പറയുമ്പോൾ അത്രമാത്രം പ്രിയപ്പെട്ടവരാവുക എന്നുള്ളതാണ്. ഒരു പെണ്ണ്, പ്രത്യേകിച്ചും 10-30 വയസ്സൊക്കെ ഉള്ളൊരു സ്ത്രീ വന്നിരുന്ന് ഇങ്ങനെ വേദനകൾ പറയുമ്പോൾ അയാളെ സംബന്ധിച്ചോളം അയാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അയാളുടെ ലൈഫ് പോയി നഷ്ടപ്പെട്ടു. ആ ലൈഫ് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ കുറേ കൂട്ടം ആൾക്കാരെ കിട്ടി. ആദ്യം അവരോടെല്ലാം മസിൽ പിടിച്ചു വന്നു. പിന്നീട് ആ ഒരു കളിയൊക്കെ കഴിഞ്ഞു. 60-70 ദിവസമായി, 80 ദിവസമായി അപ്പോഴത്തേക്ക് ആ ഉണ്ടാകുന്ന ഒരു കൺസിഡറേഷൻ, നമ്മളൊരാൾ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ വരുമ്പോഴും ആ പരിഗണന ആരിൽ നിന്നാണോ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ വന്ന് നമ്മളോട് സങ്കടം പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു അനുകമ്പയുണ്ട്. ആ അനുകമ്പയും എല്ലാം കൂടി കണ്ടപ്പോൾ, പിന്നെ സ്നേഹവും കൂടി കാണിച്ചപ്പോൾ, അതൊരു ഡ്രാമയായിരുന്നോ അല്ലെങ്കിൽ അതൊരു ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നോ, അതൊരു ട്രാക്കായിരുന്നോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. പക്ഷേ അയാൾ നമുക്കെന്നാ പ്രണയിച്ചാലോ എന്നല്ല ചോദിച്ചത്. പ്രണയിച്ചാലോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഞാനത് അംഗീകരിക്കത്തില്ലായിരുന്നു. അയാൾ പറഞ്ഞത് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നാണ്. അപ്പം നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത് പ്യൂർ ജെനുവിനായിട്ടുള്ള വേർഡ്സാണ്. കാരണം ഒരു സ്ത്രീയോട്, അവർ 20 വയസ്സുള്ള കുട്ടിയല്ല, 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കൊരു ലൈഫ്, നമുക്ക് ഒരുമിച്ചൊരു ലൈഫ് തുടങ്ങാം. അയാൾ മോശക്കാരനല്ല, അയാൾ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഇവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് ഇവർ 0യാണ്, അയാൾ 100% ആണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര അന്തരമുണ്ട്. പക്ഷെ സ്നേഹത്തിന് വേണ്ടി ഈ അന്തരം ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ സാമ്പത്തികം നോക്കത്തില്ല, നമ്മൾ ജാതി നോക്കത്തില്ല, നമ്മൾ എന്താ പറയുന്നത് ക്വാളിഫിക്കേഷൻ നോക്കത്തില്ല, നമ്മുടെ കളർ നോക്കത്തില്ല, നമ്മുടെ വയസ്സ് നോക്കത്തില്ല. അപ്പം സ്നേഹത്തിന് മുന്നിൽ വയസ്സിന് പ്രാബല്യമില്ല, പണത്തിന് പ്രാബല്യമില്ല, സൗന്ദര്യത്തിന് ഇത് പ്രസക്തിയില്ല, അപ്പോൾ കുടുംബ മഹിമയ്ക്ക് പ്രസക്തിയില്ല, ജാതി മതത്തിന് പ്രസക്തിയില്ല. സ്നേഹം എന്ന് പറയുമ്പോൾ 2 മനുഷ്യർ പരസ്പരം അവരുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നതാണ്. അവരൊന്നിക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒന്നിക്കണം. അല്ലാണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ ആ പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആ പുള്ളി ജെനുവിനായിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളി അങ്ങനെ ചോദിച്ചു. അപ്പം അതിന് പിന്നെ യെസ് ഓർ നോ അപ്പോൾ തന്നെ പറയാമായിരുന്നു. പിന്നീട് വീണ്ടും ആ പ്രാരബ്ധങ്ങൾ എടുത്തിടേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോടൊരാൾ അങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ ഒരു സഹോദരന് തുല്യനാണെങ്കിൽ ഞാൻ പറയും, അയ്യോ സോറി ഏട്ടാ, അല്ലെങ്കിൽ സോറി ബനീഷേ, ഞാൻ നിങ്ങളെ ഒരു സഹോദരന് തുല്യനായിട്ടാണ് കണ്ടത്. അത് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാഞ്ഞത്? ഇപ്പം സഹോദര തുല്യമായിട്ട് പെട്ടെന്ന് പറയും ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയും. അത് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാഞ്ഞത്? ഈ ഒരു
ഒരു എന്താ പറയുക, അതൊരു അഭിനയം, സ്നേഹമുണ്ട് എന്ന അഭിനയത്തിൽ അഭിനയിച്ച് അയാൾ വശത്തായി പോയി എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് പെട്ടെന്ന് പറയാൻ കഴിയാഞ്ഞത്. കാരണം അത്രമാത്രം ഒരു സാധാരണക്കാരനെ പിന്നെ ഒരു ഡ്രാമ, ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടത്തില്ല, പിന്നെ ഈ ഒരു ഡ്രാമയിൽ കുഴപ്പിച്ചു. ഒരു ഡ്രാമ, ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെ, നിങ്ങൾ എൻ്റെ ഭർത്താവാണോ, നിങ്ങൾ എൻ്റെ അച്ചായൻ എന്നാണോ വിളിക്കുന്നത്, ഇച്ചായൻ എന്നാണോ കിട്ടുവന്മാരെ വിളിക്കുന്നത്, നിങ്ങളെ ഇനി ഞാൻ കുടിച്ചതിൻ്റെ പാലിൻ്റെ പകുതി കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ പലതും പല സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ കാണിക്കുന്നു. ഇപ്പം സയൻസ് കാണിക്കുന്നു, അതുപോലെ തന്നെ കൂടെ നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ കെയർ ചെയ്യുന്നു, മസാജ് ചെയ്ത് കൊടുക്കുന്നു തല, പിന്നെ അതുപോലെ നരച്ച മുടി പറിക്കുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ ഒരു വ്യക്തി ഒരു സ്ത്രീയിൽ നിന്ന്, ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീയിൽ നിന്ന്, കുട്ടിയായിട്ടുള്ളൊരു സ്ത്രീ അല്ല, ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുമ്പോൾ അവർ അങ്ങനെ ചോദിച്ചതിൽ ഒരു ശതമാനം പോലും അത് പ്യുവറാണ്, പ്യുവർ സോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് പിന്നെ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ കുറേ എക്സ്പോസ്ഡ് ആയി. കാരണം അനിമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അനിമോൾ വീണ്ടും അവസാനം എന്തുകൊണ്ടാണ് അനിമോൾ എക്സ്പോസ്ഡ് ആകാൻ കാരണം, അനിമോൾ അങ്ങനെ പല ആൾക്കാരെയും ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചു. ആദ്യം അഭിലാഷ് തന്നെ പറഞ്ഞതാണ്, നമ്മളാരും ഉണ്ടാക്കിയതല്ല. അഭിലാഷ് തന്നെ പറഞ്ഞു, ഇവൻ ഇവൻ നല്ല സുന്ദരനാണ്, കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പ്രേമിച്ചേനെ ഇവിടെ. അപ്പോൾ അതും ഒരു ട്രാക്ക് പിടിച്ചു. അവിടെ സംസാരിച്ചെന്ന് പറഞ്ഞു, ആരെങ്കിലും ലവ് ട്രാക്ക് പിടിക്കാൻ ആരുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആരിൻ്റെ വയസ്സ് നോക്കിയിട്ട് വന്നു. അപ്പോൾ 23 വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് ആരിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ നോക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്നെ ഒരു 23 അല്ല 25 വയസ്സുള്ള ഒരു കൊച്ച് എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു മുതുക്കി, ഇവൻ എന്തിനാ നോക്കുന്നത്, എന്താടാ എന്ന് ചോദിക്കില്ല നമ്മൾ, എന്താടാ നീ എന്താ കാര്യം എന്ന് ചോദിക്കത്തില്ല. അല്ലെങ്കിൽ അവനൊരു ലവ് ചിഹ്നം കാണിച്ചു, ശരി മോനെ ആൻറ്റി പോയിട്ട് വരാം എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ചേച്ചി പോയിട്ട് വരാം, എന്താ മോനെ പിന്നെ ചേച്ചി ഇഷ്ടപ്പെട്ടോ, ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാ സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കില്ല. നമ്മളിങ്ങനെ റോഡിൽ നിന്ന് വല്ലവരും ഇങ്ങനെ കാണിച്ചാലുള്ള കാര്യമാണ്. ഞാനിപ്പം ഞാൻ പോയി കാണുമ്പോൾ ചിലവരൊക്കെ ചേച്ചി അല്ല ചേച്ചി എന്നല്ല, പിന്നെ ഹായ്, ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് അറിയാത്ത ആൾക്കാർ, അഡ്വക്കേറ്റ് ആയതുകൊണ്ട് എന്നോട് ആരും അങ്ങനെ കാണിക്കത്തില്ല, പ്രായമുള്ളവരായാലും കാണിക്കത്തില്ല. അഥവാ നമ്മൾ കാണിച്ചാലും അങ്ങനെയല്ലേ, ചെറിയ കുട്ടികൾ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അവരെ പ്രോത്സാഹിപ്പിച്ച് അവരറിയുന്നില്ലല്ലോ. അപ്പം ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾ ചെയ്യേണ്ട, സ്ത്രീകൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവരിതിലേക്ക് കുടുങ്ങുന്നത്. അവരിതിലേക്ക് ഇതൊരു വലയാണ്, സ്ത്രീകളുടെ വശീകരണ വലയാണിത്. ഒന്ന് ചിരിച്ച് കാണിക്കുക. പുരുഷന്മാരെ കാണുമ്പോൾ പുരുഷന്മാരിപ്പം നമ്മളെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരാൾ സുന്ദരിയും സുന്ദരനോ എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല. ഇപ്പം ഞാൻ സുന്ദരിയാന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ സുന്ദരി, ശരി, ഓക്കെ, താങ്ക് യു. ഞാൻ എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നോട് ആര് എന്ന് ഞാൻ പിന്നെ അമ്മു അല്ലെങ്കിൽ അമ്മു സുന്ദരിയാണ്, അല്ലെ അനഘ സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ ശരി സാറേ, ഓക്കെ, അല്ലെങ്കിൽ ശരി ഏട്ടാ, ഓക്കെ, താങ്ക് യു. അപ്പോൾ അവിടെ കഴിഞ്ഞു. അല്ലാതെ സുന്ദരിയാണോ, ഞാനോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അത്രയുള്ള വ്യത്യാസം. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളെ സൗന്ദര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അതേ ലാഘവത്തോടെ എടുക്കുക. നമുക്ക് തിരിച്ച് അവരോട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരോട് കൊഞ്ചിക്കുഴയാനും പിന്നീട് അവരോട് പിന്നെ ഇങ്ങനെ കണ്ണ് കാണിക്കാനും അല്ലെങ്കിൽ അവരോട് കുറച്ചൊരു അടുപ്പം കാണിക്കാനും അവരെ വേറൊരു രീതിയിലൊക്കെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാനും സമീപിക്കാനൊക്കെ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അനുഭവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുക വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യം. എന്തായാലും ഞാനും ഈ അവസാന ദിവസം ഞാൻ ആരെയും ഞാൻ കുറ്റമായിട്ട് പറഞ്ഞില്ല, എല്ലാവരും നല്ല കണ്ടസ്റ്റൻ്റ് ആണ്. ഈ 6 പേര് വന്ന 6 പേര് നല്ല കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ, വളരെ നല്ല കണ്ടസ്റ്റൻ്റ്. ഇന്നിപ്പോൾ ഞാൻ എല്ലാവരുടെയും ഇന്നിപ്പോൾ കഴിഞ്ഞു കേട്ടോ, ആ ഒരു മിറർ ടാസ്ക് കംപ്ലീറ്റ് ആയി, എല്ലാവരും കണ്ടു. അതിലും അനിമോള് ഭയങ്കരമായിട്ട് വീണ്ടും കരച്ചിൽ മഴയിൽ ഈ 99ാമത്തെ ദിവസവും നമ്മളത് കാണുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ഇതുവരെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അവരുടെ സഹോദരി വന്ന് പിന്നെ അവരുടെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടല്ലോ, എപ്പോഴും ദുരിതമാണ്. വിറക് വെട്ടിയും ഞാൻ, റബ്ബർ വെട്ടും ഞാൻ. പക്ഷേ അവർ 2 ആഡംബര വീടുകളുണ്ട്, അവർക്ക് 2 കാറുണ്ട്, ലോണുകളെല്ലാം തീർന്നെന്ന് ചേട്ടത്തി തന്നെ പറഞ്ഞ വീഡിയോസ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം എന്തിനാണ് ഇവർ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഇത് ഗെയിം ഷോ, ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇത് ഗെയിം ഷോ അല്ലേന്ന്. ഇത് ഗെയിം ഷോ ആണ്, പക്ഷെ ഇത് റിയാലിറ്റി ഗെയിം ഷോയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു റിയാലിറ്റി ഗെയിം ഷോയാണ്. ഇത് വെറും ഗെയിം ഷോ അല്ല. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. ചുമ്മാതിരുന്ന് അതൊരു ഗെയിം ഷോ അല്ലേ, നിങ്ങൾ എന്ത് കാണിക്കും, അവിടെ പലതും കള്ളം പറയും എന്ന് വിചാരിക്കാതെ
ഇതൊരു റിയാലിറ്റി ഗെയിം. പിന്നെ എന്തിനാണ് അങ്ങനെ റിയാലിറ്റി എന്ന് പറയുന്നത്? നിങ്ങളുടെ റിയൽ ലൈഫ് അത് തെറ്റായാലും ശരിയായാലും പിന്നെ ഇമോഷൻസ് ആയാലും കരച്ചിലായാലും ചിരിയായാലും അസൂയായാലും കുശുമ്പായാലും പരദൂഷണമായാലും നല്ല ബിഹേവിയർ ആയാലും കുക്കിംഗ് ആയാലും നിങ്ങളെ തന്നെ എങ്ങനെ പിന്നെ എന്താ പറയുക സ്നേഹിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രണയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം കാണിക്കാനുള്ള ഒരു വലിയ വേദിയാണത്. അല്ലാണ്ട് ഇത് വെറുതെ ഒരു ഗെയിം ഷോ എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് അതിനെ താഴ്ത്തിക്കെട്ടാതെ ഇതൊരു റിയാലിറ്റി ഗെയിം ഷോയാണ്. അത് മനസ്സിലാക്കുക. നമ്മൾ എന്താണോ അല്ലെങ്കിൽ ഫേക്കായിട്ട് നിൽക്കുമോ നിങ്ങൾ, ഞാൻ ഫേക്കാണ് എന്ന് പറയൂ ധൈര്യമായിട്ട്. അല്ലെങ്കിൽ ഞാൻ എന്താണോ ഞാൻ അതുപോലെ നിൽക്കാൻ ശ്രമിക്കൂ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഇപ്പം എന്നെ ബിഗ് ബോസുകാർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെയാണ്, ഞാൻ എൻ്റെ റിയൽ സ്വഭാവം എനിക്ക് കാണിക്കാൻ പറ്റുമോ? അല്ലാണ്ട് എനിക്ക് വേറെ ആരെങ്കിലും ആയിട്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് പറയുന്ന കഥാപാത്രം, ഇത് തരുന്ന കഥാപാത്രം നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും അല്ലേ? എനിക്കിപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു ഡ്രാമയിൽ ഞാൻ ചെയ്യുന്ന റോസ്മേരി എന്നൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ റോസ്മേരി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ റോസ്മേരി ആയിട്ട് കുറച്ച് നേരമല്ല അവർ പറയുന്ന ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടും അപ്പം തന്നെ എനിക്ക് നിൽക്കാൻ പറ്റും. അല്ലാണ്ട് ഞാൻ അനക്കയായിട്ട് അമ്മുമായിട്ടല്ലേ നിൽക്കാൻ പറ്റൂ? അമ്മു അല്ലാതെ അനക്കയല്ലാതെ വേറൊരാളായിട്ട് എനിക്ക് എപ്പോഴും നിൽക്കാൻ പറ്റുമോ? ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് അമ്മു അല്ലാതെ വേറൊരു സ്ത്രീയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അമ്മു അല്ലാതെ വേറൊരു സ്ത്രീയായിട്ട് കിടക്കപ്പായിന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നാ ആൾക്കാർ ചോദിക്കും വീട്ടിലെന്തോ മോർണിംഗ് സോങ് ഇടുന്നു. അതാണ് ഷോ. അതൊരു ഗെയിം ഷോ ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അത് മോർണിംഗ് സോങ് ഇടുന്നു, അപ്പോൾ അതൊരു ഗെയിം ഷോ. അതുപോലെ തന്നെ ഭക്ഷണത്തിന് അടി കൂടുന്നു, അത് നമ്മുടെ സർവൈവാണ്. നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനാണ് ഉള്ളത്, വേറെ ഒരു സ്ത്രീകളില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും മാത്രമാണുള്ളത്. അപ്പോൾ ഞാനാണ് എല്ലാം പറയുന്നത്. ഞാൻ കിച്ചണിൽ എന്തുണ്ടാക്കിയാലും അവർ വേണമെങ്കിൽ കഴിച്ചോണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ ഒന്നല്ലേ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ. അത് നമ്മൾ ഒറ്റയ്ക്ക് 3 പേര് മാത്രം വേണമെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കും തരുന്നത്. അതുപോലെയുള്ള ഒരു 10-25 പേര് പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഇച്ചിരി പരിപ്പും ചോറും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഒരു കൂട്ടുകുടുംബത്തിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ പോട്ട് നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി, ഒരു ജോലിക്ക് പോയി, ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന നമുക്ക് ഡോർമെറ്ററിയാണ്, നമ്മൾ അവിടെ എങ്ങനെ കിടക്കും? രാവിലെ എഴുന്നേറ്റ് എങ്ങനെ? ആകെപ്പാടെ 1-2 ടോയ്ലറ്റ് ഉണ്ടാകത്തുള്ളൂ. ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാൻ പറ്റുമല്ലേ, 1-2 ടോയ്ലറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ടോയ്ലറ്റിൽ പോകാനായിട്ട് രാവിലെ ഇപ്പം എൻ്റെ ബെഡ്റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അപ്പുറത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് അല്ലേ? അപ്പം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബെഡ്റൂമിൽ തന്നെയാണ് ഇപ്പം ബാത്റൂമൊക്കെ. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മുടെ ബാത്റൂമിൽ കയറാം, ആവശ്യമുള്ളപ്പോൾ കുളിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഈ 26 പേർ കൂടി 2 ബാത്റൂമാണുള്ളത്. അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അപ്പുറത്തെ റൂമിൽ ആരെങ്കിലും എന്നാൽ എൻ്റെ റൂമിലെ ബാത്റൂമിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ശീലിച്ചു പോയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു സർവൈവാണ്. നമ്മളിതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യും? അതൊക്കെയാണ് നമ്മുടെ ടാസ്ക്. അതാണ് ഗെയിം ഷോ എന്ന് ഉൾപ്പെടുന്നത്. പക്ഷെ നമ്മുടെ റിയാലിറ്റി അവിടെ ഉണ്ട്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതെങ്ങനെ അതിനെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, ഇതെല്ലാം ഒരു പ്രധാനമാണ്. പല ആൾക്കാരും വിചാരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, അവിടെ അകത്ത് ചെല്ലുമ്പോഴേ അറിയൂ. കറക്റ്റാണ്, അതൊക്കെ ശരിയാണ്. അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പലതും പറയാൻ പറ്റും, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു റിയൽ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സ്വഭാവം, മറ്റുള്ളവരെ കുത്താത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത, പുറത്ത് അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള ബിഹേവിയർ. കാരണം വ്യക്തിഹത്യ, അതാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യരെയും താഴ്ത്തിക്കെട്ടാത്ത, അത് പറച്ചിലും മാത്രമല്ല പ്രവൃത്തിയിലും കൂടി ഉണ്ടാവണം. അനുമോള് പറയുവാണ്, ഞാൻ ആരെയും ദ്രോഹിക്കത്തില്ല, ഞാൻ ആരെയും വിഷമിപ്പിക്കത്തില്ല, ഞാൻ ആരെയും നശിച്ചു പോകാൻ പറയത്തില്ല. ഇന്നലെ കൂടി ഇരുന്ന് പറയുന്നു ആദ്യം നശിച്ചു പോണേന്ന്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കും കൃത്യമായിരിക്കണം, അതിനൊരു സിമിലാരിറ്റി ഉണ്ടാവണം. അല്ലാണ്ട് ഞാൻ എന്ത് വായിത്തോന്നേയും വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് കാണുന്ന ജനങ്ങളാണ്, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണെന്ന് ചിന്തിച്ചാൽ നമുക്കങ്ങനെ പറയാൻ തോന്നില്ല. അത്രയൊക്കെയുള്ളൂ ഞാൻ പറയുന്നത്. അല്ലാണ്ട് വേറെ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. എനിക്കും ഉണ്ട് ഒരുപാട് നെഗറ്റീവ്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്, ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പോൾ ഞാനും അത് മാറ്റണം. കാരണം ആ ഷോർട്ട് ടെമ്പേർഡെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അങ്ങേറ്റത്തെ പീക്ക് ലെവലാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഞാൻ തല്ലി എന്ത് ചെയ്യും? അപ്പോൾ ഷോർട്ട് ടെമ്പേർഡ്, ആ ഷോർട്ട് ടെമ്പർനെസ് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ മാക്സിമം ദിവസം അവിടെ സർവൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ചെല്ലുന്നത്. ഇതൊക്കെയുള്ളൂ. അല്ലാണ്ട് നമ്മുടെ പോസിറ്റീവ് മാത്രമല്ല, എല്ലാ മനുഷ്യരും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. എനിക്കിങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ട്. എനിക്ക് ഷോർട്ട് ടെമ്പേർഡാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഈ ബാത്റൂം ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പുറത്തെ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്.
അങ്ങനെ കുറച്ച് നമ്മളുടേതായിട്ടുള്ള നമ്മൾക്ക് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഓരോ മനുഷ്യരും. അപ്പോൾ അതൊക്കെ സർവൈവ് ചെയ്ത് അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ഗെയിം ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഗെയിം ഷോ എന്ന് ഉൾപ്പെടുന്നത്. അത് പക്ഷേ റിയാലിറ്റിയാണ്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നിൽക്കാൻ. അല്ലാണ്ട് നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നമ്മൾ ഗെയിമിന് വേണ്ടി ഫേക്ക് ലവ് കോംബോ പിടിക്കുക, നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് ആരെയും വ്യക്തിഹത്യ ചെയ്യുക, ആരെയും മോശക്കാരനാക്കുക എന്ന് പറഞ്ഞാൽ അത് ഗെയിമിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങി വരുന്നത് നമ്മളെ ചീമട്ട എറിയും എന്ന് ചിന്തിക്കണം. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്കാണ് ഇറങ്ങി വരുന്നത്, നമ്മൾ ഈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഈ പറഞ്ഞ് കണ്ണുനീരൊഴുക്കി ഇറങ്ങിപ്പോയവരും അവരും പുറത്തിരുന്ന് കണ്ണുനീരൊഴുക്കുവാണ്. അവർക്കും ജീവിതമുള്ളതാണ്, അവരും മനുഷ്യരാണ്. നമ്മൾ വിൻ ചെയ്യണം, പക്ഷെ അതിന് എന്ത് ചീപ്പ് കളിയും കളിച്ച് നമ്മൾ വിജയിക്കാതെ വിചാരിക്കരുത്. അത്രയേ ഉള്ളൂ. നമുക്ക് ജയിക്കണം, അത് നമ്മളെ ഇഷ്ടപ്പെട്ട് ജയിപ്പിക്കട്ടെ, നമ്മളെ ഗെയിം കണ്ട് ജയിപ്പിക്കട്ടെ. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫേക്ക് ഗെയിം അല്ല, നമ്മൾ റിയൽ മനുഷ്യരാണ്. അവിടുത്തെ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, അവിടെ കൊടുക്കുന്ന ഡ്യൂട്ടികളും ടാസ്കുകളാണ്. കിച്ചന്റെ ഡ്യൂട്ടി കൊടുത്താൽ അത് ടാസ്ക്കാണ്, പാത്രം കഴുകുന്നത് കൊടുത്താൽ അത് ടാസ്ക്കാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ 26 പേർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഇത്രയും വലിയ വീട് തറന്നിരുന്ന് തുടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വല്ലവരൊക്കെ ഉപയോഗിച്ച് ബാത്റൂം നമ്മൾ കഴുകേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഓരോ ഡ്യൂട്ടീസും നമ്മുടെ ടാസ്ക്കാണ്. അതെല്ലാം 100% ഭംഗിയോടുകൂടി ചെയ്യണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ 8 മണിക്ക് എന്തിനാണ് പാട്ടിടുന്നത്? ഒരു റിയാലിറ്റി ഷോ ആണ്, ഇത്രയും ആൾക്കാർ കാണാൻ വരുന്നതാണ്. ആ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മൾ രാവിലെ മോർണിംഗ് ആ പാട്ടിടുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അത് കൃത്യമായിട്ട് ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുക, രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു സോങ്ങിനകത്ത് നമ്മൾ ചുവട് വെക്കുക. ഇതൊക്കെ കാണാനായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്ന കാശും കൊടുത്ത്. അപ്പോൾ നമ്മൾ ചുമ്മാ ചൂട് മുതച്ച് പകുതി മുക്കാലാകുമ്പോൾ എഴുന്നേറ്റ് കണ്ണും തിരുമ്പി വരുന്നതാണോ? പക്ഷെ നമ്മൾ ഒരിക്കലും ലിപ്സ്റ്റിക് ഇടാൻ ആരും മറക്കണില്ലല്ലോ. ഗേൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ മറക്കുന്നു. രാത്രി ഉറങ്ങുമ്പോഴേ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങിയാണ് രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ആർക്കും വരാൻ വയ്യ, അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ടൂറിനോ ഇതൊന്നും അല്ല വന്നത്. നമ്മൾ 100 ദിവസം ജെനുവിനായിട്ട് നിന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് കപ്പ് നേടിയിട്ടല്ല. കപ്പ് നേടി പുറത്തു പോകുന്നതിനെക്കാട്ടും പ്രധാനമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി പുറത്തു പോകുന്നതാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാന്ന് എനിക്കറിയത്തില്ല. ജനമനസ്സിൽ 10 പേരുടെയെങ്കിലും ആ മനസ്സിൽ നല്ലത് പറയിച്ചിട്ട് ഇറങ്ങി വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 10 പേരെങ്കിലും നമ്മളെ കൊണ്ട് നല്ലത് പറയിക്കുക. ഒരാഴ്ച 2 ആഴ്ച നിന്നോളെങ്കിലും 10 പേരെങ്കിലും നല്ലത് പറയിച്ചിട്ട് ഇറങ്ങി വരിക. അല്ലാണ്ട് നമ്മൾ നാളെ മരി നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. നമുക്ക് എത്ര പണം കൂമ്പാരം കൂട്ടി വെച്ചാലും, എത്ര വീടുകൾ ഉണ്ടായാലും, എത്ര കാർ ഉണ്ടായാലും, നമ്മൾ നാളെ ജീവിക്കുമെന്ന് എന്താ ഉറപ്പ്? നമ്മൾ നാളെ ജീവിക്കുമെന്ന്? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നു, നാളെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? ആർക്കും ഉറപ്പില്ല. മനുഷ്യന്റെ കാര്യം എങ്ങനെയാണ്? നിങ്ങൾ നാളെ ഇന്ന് ഞാൻ എന്നെ നിങ്ങൾ അമ്മ കൊള്ളാം, അല്ലെങ്കിൽ ആ സ്ത്രീ കുഴപ്പമില്ല, ആ സ്ത്രീ കുഴപ്പമില്ല സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ 4 ചുറ്റും നിൽക്കുന്നവർ അവൾ നല്ല സ്ത്രീയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ പെണ്ണ് ഓടി വരാറുണ്ട്. എൻ്റെ നെയ്ബേഴ്സൊക്കെ പറയാറുണ്ട്, എന്താവശ്യം വന്നാലും ഓടി വരുന്നൊരു കൊച്ചാണ്. അപ്പോൾ അത് പറയിക്കുന്നതാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം അല്ലേ. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. എന്താവശ്യം വന്നാലും ഓടി അവരുടെ അടുക്കൽ ചെല്ലുന്ന, ഒരു അസുഖം വന്നാൽ, ഒരു ആശുപത്രി കേസ് വന്നാൽ എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ എടുത്തിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. നാളെ നമ്മൾ ഉണ്ടാവുന്ന ഒരറപ്പില്ല. നമ്മൾ ചിലപ്പോൾ വഴിയിലിരിക്കുന്നവർക്ക് ഒരു നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ ബോധമില്ല, നടന്നു പോകുമായിരിക്കും, ഒന്ന് തലകറങ്ങി വീണ അടുത്തിരിക്കുന്ന ഭിഷയ്ക്കിരിക്കുന്ന ആളായിരിക്കും അവരുടെ കയ്യിലിരിക്കുന്ന വെള്ളം എടുത്ത് നമ്മുടെ വായിലേക്ക് തരുന്നത്. അവരെ കൈ കഴുകിയിട്ടുണ്ടോ, അവരുടെ ഭക്ഷണം നല്ലതാണോ, അവരുടെ ഹൈജീനുള്ള വെള്ളമാണോ ഒന്നും നമ്മൾ അറിയുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ വായിലേക്ക് ഇറ്റ് തരുന്ന അവരായിരിക്കും. അത്രയും ആലോചിച്ചാൽ മതി ലൈഫിനെ കുറിച്ച്. അപ്പം നമുക്ക് അഹങ്കരിക്കാൻ തോന്നില്ല ലൈഫിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൻ്റെ പാഠങ്ങളാണ് കേട്ടോ. ഞാനത് ആരെയും ഉപദേശിക്കാനൊന്നും പറയില്ല. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ പാഠങ്ങളാണ്. അപ്പോൾ മാക്സിമം ആരെയും മനസ്സുകൊണ്ടായാലും അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർക്ക് വേദന എടുക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്കത് വേദനിച്ചു, അവർക്കത് കണ്ണുനീരാണ് എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ അവരുടെ തോളെ തട്ടിയെങ്കിലും അവരെ ഒരു ആശ്വാസമാക്കുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുക. അതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടമാവുന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും പോകില്ല. നമ്മളൊരു ആശ്വാസവാക്ക് ഒരാളോട് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുക? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നമ്മൾ എത്രമാത്രം ഉയരത്തിലാണ് അവിടെ എത്തുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ എത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ എത്ര ഉയരത്തിലെത്തും, അത് മാത്രം നമ്മൾ ഓരോ ദിവസവും നമ്മളത് മനസ്സിലാക്കി പോവുക.
അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും അനീഷേട്ടന് എല്ലാ വിജയാശംസകളും. അതുപോലെ തന്നെ ഫൈനൽ 6 വന്ന എല്ലാവർക്കും എൻ്റെ ഏറ്റവും വലിയ ആശംസകൾ നേരുന്നു. എല്ലാവരും നല്ല കണ്ടസ്റ്റന്റുകളെയാണ്. നിങ്ങളെല്ലാം നല്ല ആൾക്കാർ തന്നെയാണ്, ആരും മോശക്കാരൊന്നുമില്ല കേട്ടോ, എല്ലാവരും നല്ലവരാണ്. പിന്നെ നമുക്ക് തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അനുമോളായാലും അത് ആര് തന്നെ ആയാലും, അക്ബർ ആയാലും ആര് തന്നെ, ഞാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അക്ബർ ഖാനെ ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് നിങ്ങൾ കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, നെഗറ്റീവിനെയൊക്കെ എടുത്ത് ദൂരെ കളയാൻ ശ്രമിക്കുക. നമ്മളുടെ നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മളുടെ ഫാൾട്ട് എന്താണെന്ന്, ഞാൻ എല്ലാം തികഞ്ഞതാണെന്ന് ചിന്തിക്കാതിരിക്കുക. എനിക്കും എൻ്റേതായിട്ട് ഫാൾട്ട് ഉണ്ട്. ഇപ്പം എന്നെ കാണുന്ന നിങ്ങൾ, ഞാൻ ഈ സംസാരിക്കുന്നതിനകത്തുള്ള തെറ്റ് കുറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ശരിയല്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, നിങ്ങളുടെ ഇരുത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനല്ല സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ആലോചിക്കുക, അത് ശരിയാണോ, അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് എന്താ പറയണേ, ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള തെറ്റുകൾ നമുക്ക് മനസ്സിലാവും. അതിനെ നമ്മൾ വീണ്ടും ശരികളാക്കാൻ ശ്രമിക്കുക. ഈ ജീവിതത്തിൽ നമുക്ക് അതേ കൊണ്ടുപോകാനുള്ളൂ അല്ലേ. അപ്പോൾ ഇനി അടുത്ത മോട്ടിവേഷണൽ സ്പീക്കുമായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലൈവ്, ബാക്കി എന്താ ലൈവ് എന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ നെവിൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരെയാണെന്നറിയാമോ? നമ്മുടെ അനിമോളെയാണ്. അനിമോളെ നെവിൻ രാവിലെ തൊട്ടേ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയത്തില്ല, എന്താ കാര്യം എന്ന് അറിയത്തില്ല, ഇനി ഗെയിമിന്റെ ഭാഗമാണെന്ന് അറിയത്തില്ല. അനിമോള് പുറത്ത് പോയാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നെവിൻ ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നെവിൻ ഇത്തിരി കള്ളനാണല്ലോ. സത്യം, ഞാനൊരു കാര്യം കൂടി, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പൈസയൊക്കെ ഉണ്ടായി ഞാൻ ഇവനെ കണ്ടുപിടിക്കും, എന്നിട്ട് അവന് നല്ല വയറ് നിറച്ച് ഫുഡ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എവിടെ ഇവന് ഇഷ്ടമുള്ള ഇന്ത്യക്കകത്ത്, ഞാൻ ഇന്ത്യക്ക് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളല്ല, അപ്പോൾ ഇന്ത്യക്കകത്തുള്ള എവിടെ വേണമെന്നുണ്ടെങ്കിലും അവന് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അടുത്ത ബിഗ് ബോസ് കഴിയുമ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ നല്ല പൈസ വരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഇപ്പം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല, ഈ മൂടുപടം മാത്രമേ ഉള്ളൂ കേട്ടോ.